ഇന്ന് രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് എന്ന് ദാനം ലഭിക്കും. കാരണം ഞാൻ ശുശ്രൂഷിക്കുന്ന വചനം ആത്മാവാകുന്നു. ക്രിസ്തുവിന്റെ വചനം ആത്മാവ്. അത് ആത്മാവിനോട് ഇടപെടുന്നത് ആത്മീയ വരങ്ങളാൽ നിറയപ്പെടട്ടെ. ഇന്ന് ഈ സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും സ്പിരിച്വൽ റെലം തുറക്കപ്പെടട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ ഐ റിലീസ് ഇറ്റ് ഇൻ ജീസസ് നെയിം. അവരുടെ ഹൃദയ കണ്ണ് ദൃഷ്ടി പ്രകാശിച്ചിട്ട് അവരുടെ മേൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഈ അനുഭവം ഇന്ന് ഇവിടെ വായിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ അന്ന് പെന്തക്കോസ് നാളിൽ ഇത് റിപ്പറ്റീഷനാന്ന് ഓർത്തു. ആ 2-ാം അധ്യായത്തിന്റെ അതേ അനുഭവം ഇപ്പൊ ഉണ്ടാകുവാണെങ്കിൽ അതിനേക്കാളും അധികം ഇന്ന് രാത്രി കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേൽ വിശ്വസിക്കുന്നുവെങ്കിൽ ഉണ്ടാകും. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നുണ്ടോ പരിശുദ്ധാത്മാവുണ്ടെന്ന്? വിശ്വസിക്കുന്നുണ്ടോ പരിശുദ്ധാത്മാവ് അഭിഷേകമുണ്ടെന്ന്? വിശ്വസിക്കുന്നുണ്ടോ അഗ്നിയാലുള്ള സ്നാനമുണ്ടെന്ന്? അഗ്നിയാൽ ഉള്ള അഭിഷേകമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് യേശുവേ എന്നൊരൊറ്റ വാക്കിനാൽ യോഹന്നാൻ പറഞ്ഞ വാക്ക് ഇന്ന് രാത്രി നിവർത്തിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ വെള്ളത്താൽ സ്നാനപ്പെടുത്തുന്നു, എന്നാൽ പിന്നാലെ വരുന്നവൻ ആത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കും.